ദൈവവചനം ചിന്തിക്കുന്നതിന് ആധാരമായിട്ട് നമ്മുടെ ബൈബിൾ തുറക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 20-21 വചനങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കാം. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ വെറുക്കുന്നു, തൻ്റെ പ്രവൃത്തികൾ പരസ്യമാകാതിരിക്കുവാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തെ ചെയ്തിരിക്കുന്നതിനാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തികഞ്ഞ സത്യസന്ധത, ആബ്സല്യൂട്ട് ഓണസ്റ്റി എന്നുള്ള കാര്യമാണ് നാം ഇന്ന് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 21-ാം വാക്യത്തിൽ സത്യം പ്രവർത്തിക്കുന്നവനോ, ബട്ട് ഹീ ഹു പ്രാക്ടീസസ് ദ ട്രൂത്ത്. സത്യം പ്രവർത്തിക്കുന്നവൻ, ചെയ്യുന്നവൻ എന്ന ആളിനെ കുറിച്ചാണ് ഇവിടെ യേശു പറയുന്നത്. ദ പ്രാക്ടീസർ ഓഫ് ട്രൂത്ത്. എന്നെ നിങ്ങളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് നാം എങ്ങനെയുള്ളവരാകണം? സത്യം പ്രവർത്തിക്കുന്നവർ ആകണം. സത്യം പറയുക എന്നുള്ളത് അതിൻ്റെ ഒരു പടിയാണ്. എന്നാൽ സത്യം പ്രവർത്തിക്കുക, സത്യം ചിന്തിച്ച് തുടങ്ങുക. ഹൃദയത്തിലാണ് സത്യം ആരംഭിക്കുന്നത്. സത്യം ചിന്തിക്കുക, സത്യം സംസാരിക്കുക, സത്യം പ്രവർത്തിക്കുക, സത്യമായ കൊടുക്കൽ വാങ്ങലുകളും ബിഹേവിയറും ഇടപാടുകളും നടത്തുക. ഇതൊക്കെ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഈ സത്യം പ്രവർത്തിക്കുന്നവനുണ്ട്, തിന്മ പ്രവർത്തിക്കുന്നവനുണ്ട്. ഈ 2 വചനങ്ങളിൽ 2 തരം ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് സത്യം പ്രവർത്തിക്കുന്നവർ, മറിച്ച് മറ്റേത് തിന്മ പ്രവർത്തിക്കുന്നവർ. നമ്മളെല്ലാവരും ഇതിലൊക്കെ ഏതെങ്കിലും ഒരു കൂട്ടത്തിലാണ് ആയിരിക്കുന്നത്. ദൈവം നമ്മെ ഇന്ന് രാവിലെ ഈ വചനത്താൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ മകനെ, മകളെ, നീ തിന്മ പ്രവർത്തിക്കുന്ന പ്രവണത നിനക്കുണ്ടെങ്കിൽ നീ അത് മാറി സത്യത്തിലേക്ക് തിരിച്ചു വരണം. ആബ്സല്യൂട്ട് ട്രൂത്ത്ഫുൾനെസ്, ആബ്സല്യൂട്ട് ഓണസ്റ്റി, തികഞ്ഞ സത്യസന്ധത. തിന്മയെക്കുറിച്ച് ഇവിടെ പറയുമ്പോൾ അവൻ വെളിച്ചത്തിലേക്ക് വരുന്നില്ല. ദോസ് ഹു ഡു ഈവിൾ ദേ ഹേറ്റ് ലൈറ്റ്. ദോഷം പ്രവർത്തിക്കുന്നവർക്ക് വെളിച്ചത്തിലേക്ക് വരാൻ ഇഷ്ടമില്ല. വെളിച്ചം ദൈവത്തെയാണ് സൂചിപ്പിക്കുന്നത്, തിന്മ പിശാചിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈവിൾ ആൻഡ് ലൈറ്റ് ഇത് തമ്മിൽ ചേരുകയില്ല. സാധാരണ ദോഷം പ്രവർത്തിക്കുന്നവർ ഇരുട്ടിലിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കള്ളന്മാരുണ്ടല്ലോ, അവർക്ക് വെളിച്ചം അധികം ഇഷ്ടമില്ല. അവർക്ക് ഇരുട്ടിൽ ആണ് മോഷണം നടത്തുവാൻ ഇഷ്ടം. എല്ലാ ദോഷകരമായ പ്രവൃത്തികളും അവർക്ക് രാത്രിയിൽ ഇരുട്ടത്ത് ആരും കാണാതെ ചെയ്യാനാണ് ഇഷ്ടം. വെളിച്ചം എന്ന് പറയുന്നത് ദൈവത്തെയാണ് സൂചിപ്പിക്കുന്നത്. തിന്മ പ്രവർത്തിക്കുന്നവർക്ക് ദൈവത്തോട് അടുത്തു വരാനും അവിടുത്തെ മുമ്പിൽ നിൽക്കുവാനും സാധ്യമല്ല. സത്യം പ്രവർത്തിക്കുന്നവർക്ക്, സത്യം ചെയ്യുന്നവർക്ക്, സത്യത്തിൽ നിൽക്കുന്നവർക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാനുള്ള വലിയ താല്പര്യമുണ്ട്. ഓക്കെ, അങ്ങനെ ഇവിടെ ഈ വാക്യത്തിൽ 2 തരക്കാരെ ഇങ്ങനെ കോൺട്രാസ്റ്റ് ചെയ്ത് പറയുകയാണ് ചെയ്യുന്നത്. ഈവിൾ പ്രാക്ടീസേഴ്സ് അല്ലെങ്കിൽ ഈവിൾ ഡൂവേഴ്സ്. അവരെക്കുറിച്ച് ഭോഷ്ക് പറയുന്നവർ എന്നും നാം ബൈബിളിൽ വായിക്കാറുണ്ട്. അവർക്ക് വെളിച്ചത്തെ ഭയമാണ്. നാം ഇന്ന് സങ്കീർത്തനങ്ങൾ 63 വായിക്കുകയുണ്ടായി. അതിൻ്റെ അവസാന വാക്യത്തിൽ ഭോഷ്ക് പറയുന്നവരുടെ വായ ഒരു ദിവസം അടഞ്ഞു പോകും. അവർക്ക് ദൈവമുമ്പിൽ നിൽക്കുമ്പോൾ ഒന്നും പറയാനുണ്ടാകത്തില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ അവർക്ക് ഒന്നും പറയാനില്ല. കാരണം അവരുടെ ജീവിതം മുഴുവൻ ഭോഷ്കും നുണയും വ്യാജവും വളഞ്ഞ വഴികളുമായിരുന്നു. എന്നാൽ സത്യം പ്രവർത്തിക്കുന്നവർക്ക് ദൈവമുമ്പാകെ നിൽക്കുവാൻ ധൈര്യമുണ്ട്. കർത്താവിന് സ്തോത്രം. ഇതാരാണ് പറഞ്ഞത്? 20-21 വചനങ്ങൾ യോഹന്നാൻ്റെ 3-ാം അധ്യായത്തിൽ ആരാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശുവാണ് ഈ വചനങ്ങൾ പറഞ്ഞത്. യേശുവിനെക്കുറിച്ച് നാം 2-3 വചനങ്ങൾ ചിന്തിക്കാം. 2 പേജ് പുറകോട്ട് മറിച്ചാൽ മതി. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ഇവിടെ യേശുവിനെ കുറിച്ചാണ് വചനം ജഡമായി തീർന്നു എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, അവിടുന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ്
പിതാവിൻ്റെ തേജസ്സായിട്ട് ഇങ്ങനെ കണ്ടു. പിതാവിൻ്റെ ഏകജാതനായ പുത്രൻ്റെ തേജസ്സായിട്ട് അവൻ്റെ തേജസ് ഞങ്ങൾ കണ്ടു. ചുരുക്കി പറഞ്ഞാൽ യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഹി വാസ് എ ഗ്ലോറിയസ് പേഴ്സൺ, ഹി വാസ് ഫുൾ ഓഫ് ഗ്രേസ് ആൻഡ് ട്രൂത്ത്. അവൻ തേജസ്സും മഹിമയും ഉള്ളവനായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ കൃപയുണ്ടായിരുന്നു, അതുപോലെ സത്യമുണ്ടായിരുന്നു. ഈ യേശുവിനെയാണ് നാം ആരാധിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് യേശുവിനെ അനുഗമിക്കുന്ന നാം ഓരോരുത്തരും എങ്ങനെയുള്ളവരായിരിക്കണം? നമ്മുടെ ജീവിതത്തിലും ഈ കൃപയും സത്യവും ഉണ്ടായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ വാക്കുകൾ കൃപയോട് കൂടിയതും കരുണയോട് കൂടിയതുമായിരിക്കണം എന്ന് അർത്ഥമാക്കുന്നു. അതുപോലെ നമ്മുടെ വാക്കും പ്രവൃത്തിയും നടപടികളും സത്യമുള്ളതായിരിക്കണം എന്നും ദൈവം ആഗ്രഹിക്കുന്നു. ഈ സത്യത്തിന് വിരോധമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നാണ് നാം പരിശോധിക്കേണ്ടത്. ഇനി യേശുവിനെയും മോശയെയും കൂടെ താരതമ്യം ചെയ്യുന്ന ഒരു വചനമാണ് അതിൻ്റെ 17-ാം വാക്യത്തിൽ കാണുന്നത്. യോഹന്നാൻ 1-ാം അധ്യായം 17-ാം വാക്യം. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ഇവിടെ യേശുവിനെയും പഴയ നിയമത്തിൻ്റെ ദാതാവായ മോശയെയും ഇങ്ങനെ താരതമ്യം ചെയ്ത് ഇവിടെ പറയുന്നു. രണ്ടുപേരും രണ്ട് സംവിധാനങ്ങളെ സൂചിപ്പിക്കുന്നു. മോശെ പഴയ നിയമത്തെ, ഇസ്രായേൽ ജനങ്ങൾക്ക് ദൈവമായിട്ടുണ്ടായിരുന്ന പഴയ ഉടമ്പടിയെ സൂചിപ്പിക്കുന്നു. എന്നാൽ യേശു ഒരു പുതിയ നിയമത്തെ, പുതിയ ഉടമ്പടിയെ സൂചിപ്പിക്കുന്നു. ഇവർ തമ്മിൽ അടിസ്ഥാനപരമായ ചില വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് നോക്കാം. യേശുവിൻ്റെ വ്യത്യാസം, യേശു കൃപയും സത്യവും നിറഞ്ഞവനായിരുന്നു. എന്നാൽ മോശയെക്കുറിച്ച് കൃപയും സത്യവും നിറഞ്ഞവനെന്ന് പറയുന്നില്ല. അവൻ കൽപ്പനകൾ കൊടുത്തു. ഇസ്രായേൽ ജനങ്ങൾക്ക് അനേകം കൽപ്പനകൾ മോശെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ മോശെ കൊടുത്ത കൽപ്പനകളെക്കുറിച്ച് നാം ബൈബിളിൽ വായിക്കുന്നു, അത് ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രമാണം ആയിരുന്നില്ല, ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രമാണമായിരുന്നില്ല. ഒരു മനുഷ്യർക്കും അതിൻ്റെ പൂർണ്ണമായ അന്തസത്തയിൽ അത് അനുസരിക്കുവാൻ കഴിയുമായിരുന്നില്ല. പീപ്പിൾ വേർ അൺഏബിൾ ടു ഒബേ ഇറ്റ് ഫുള്ളി. പൂർണ്ണമായി അനുസരിക്കുവാൻ ജനങ്ങൾക്ക് കഴിയുന്നതായിരുന്നില്ല. യേശു നൽകിയത് നമുക്ക് അനുസരിക്കുവാനും പിന്തുടരുവാനും അനുകരിക്കുവാനും കഴിയുന്ന ഒരു പ്രമാണമാണ്. ദൈവത്തിൻ്റെ സത്യം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളും ഇഷ്ടങ്ങളുമെല്ലാം അതിനകത്ത് വരും. മോശയും ദൈവത്തിൻ്റെ സത്യങ്ങളെയാണ് കൊണ്ടുവന്നത്. എന്നാൽ യേശു ദൈവത്തിൻ്റെ സത്യം മാത്രമല്ല, അതോടൊപ്പം കൃപയും കൊണ്ടുവന്നു. ഈ സത്യം അനുസരിക്കുവാനും ദൈവവചനം സാധാരണക്കാരായ നമ്മെപ്പോലെയുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ ബൈബിളിൻ്റെ സത്യങ്ങൾ ഏറ്റെടുത്ത് അനുസരിക്കാനുള്ള ആവശ്യമായ കൃപയും കൂടെ യേശു കൊണ്ടുവന്നു. അതുകൊണ്ടാണ് നമുക്കതിന്ന് ഏറ്റെടുത്ത് അനുസരിക്കുവാൻ കഴിയുന്നത്. ജീസസ് ബ്രോട്ട് ട്രൂത്ത് ആസ് വെൽ ആസ് ഗ്രേസ്. യേശു കൃപയും നമുക്ക് നൽകി. അതുകൊണ്ട് ആ കൃപയുടെ കീഴിലായിരിക്കുമ്പോൾ, നാം താഴ്മയോടെ ദൈവത്തിൻ്റെ കൃപയുടെ കീഴിലായിരിക്കുമ്പോൾ ഈ കൽപ്പനകളെ അനുസരിക്കുവാൻ നമുക്ക് സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് തികഞ്ഞ സത്യസന്ധത എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിൽ, തൻ്റെ ലേഖനങ്ങളിൽ എഴുതുമ്പോൾ, തൻ്റെ സുവിശേഷ പുസ്തകത്തിലും അതുപോലെ ലേഖനങ്ങളിലും എഴുതുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഊന്നി പറയുന്നുണ്ട്. യോഹന്നാൻ്റെ ലേഖനങ്ങൾ എഴുതുമ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് 90 വയസ്സിന് മേൽ പ്രായമുണ്ട്. വളരെ വയസ്സായി വൃദ്ധനായി തീർന്ന ഒരു ദൈവഭൃത്യനാണ്. മറ്റെല്ലാ ശിഷ്യന്മാരുമൊക്കെ അതിനു മുമ്പ് തന്നെ അവരെല്ലാം മരിച്ചുപോയി, അവരൊക്കെ രക്തസാക്ഷികളായിട്ടുമൊക്കെ മരിച്ചു. എന്നാൽ യോഹന്നാൻ അപ്പോസ്തലൻ മാത്രം തൻ്റെ ആയുസ്സിൻ്റെ അവസാനം വരെയും 90-ലധികം വർഷങ്ങൾ ജീവിച്ചിരുന്നു എന്നാണ് ചരിത്രം നാം വായിക്കുന്നത്, മനസ്സിലാക്കുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുമ്പോൾ രണ്ട് കാര്യങ്ങളെ ഊന്നി പറയുന്നു. 3 യോഹന്നാൻ നമുക്കെടുക്കാം. യോഹന്നാൻ്റെ 3-ാം ലേഖനം. അവിടെ ഗായോസിന് എഴുതുന്ന ഒരു ചെറിയ ഒരു കത്താണ് ഈ 3 യോഹന്നാൻ എന്ന് പറയുന്നത്. ഈ ഗായോസ് ആ സഭയിലെ ഒരു സഹോദരനാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സഹോദരനായിരിക്കാം. ഗായോസിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എത്ര മനോഹരമാണ്. സഹോദരന്മാർ വന്ന് നീ സത്യത്തിൽ നടക്കുന്നു എന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറഞ്ഞതിനാൽ ഞാൻ അത്യന്തം സന്തോഷിച്ചു. എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. ഇവിടെ ശ്രദ്ധിക്കുക, യോഹന്നാന് സന്തോഷമുണ്ടാക്കിയ കാര്യം എന്താണ്?
ഈ ഗായോസും കൂടെയുള്ള ദൈവമക്കളും സത്യത്തിൽ നടക്കുന്നു, അവർ സത്യമുള്ളവരാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ വൃദ്ധനായ വയസ്സ് എന്ന യോഹന്നാൻ അപ്പോസ്തലന് വലിയ സന്തോഷം തോന്നി. പ്രിയപ്പെട്ടവരെ, ഈ കാര്യം ഗായോസിനു മാത്രമല്ല, നമ്മെ ഓരോരുത്തരെയും കുറിച്ചും ദൈവം ഈ കാര്യം ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. സത്യത്തിൽ നടക്കുക. അതുപോലെ എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതാണ് എനിക്ക് ഏറ്റവും അധികം സന്തോഷം നൽകുന്നത് എന്ന് യോഹന്നാൻ ഇവിടെ എഴുതുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഗായോസിനെ പോലെ ഞാനും നിങ്ങളും ഈ തലമുറയിൽ, സത്യമില്ലാത്ത തലമുറയിൽ സത്യമുള്ളവരായി ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം അത് ഏറ്റെടുക്കാമോ? ഇവിടെ ഈ യോഹന്നാൻ്റെ ലേഖനത്തിലൊക്കെയും നാം കാണുന്ന രണ്ട് കാര്യം. ഇദ്ദേഹം 90 വയസ്സുള്ള ഒരു ദൈവദാസനാണ് ഇത് എഴുതുന്നത്. അദ്ദേഹം പറയുന്നു, നിങ്ങൾ സത്യത്തിൽ നടക്കണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സ്നേഹത്തിൽ നടക്കണം. യേശുവിൻ്റെ ജീവിതവും ഉപദേശവും എല്ലാം പഠിച്ച് യേശുവിനോട് കൂടെ നടന്ന് അനേകം വർഷങ്ങൾ റിസ്ക് എടുത്ത് ജീവൻ പണയം വെച്ച് ഈ സുവിശേഷത്തിന് വേണ്ടി ജീവിച്ച് സാക്ഷ്യം വഹിച്ച് അവസാനം കഷ്ടിച്ച് രക്ഷപ്പെട്ട് ജീവിച്ചിരിക്കുന്ന ഒരു ദേവദാസനാണ്. താൻ പറയുന്നു, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ, ഇത്ര നീണ്ട വർഷങ്ങളെ കാര്യങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ, ആത്മീയജീവിതത്തിൻ്റെ എല്ലാ വഴികളെക്കുറിച്ചും തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങളെ നിങ്ങളോട് ഊന്നി പറയാനായിട്ടുള്ളൂ. ഒന്ന്, നിങ്ങൾ സത്യത്തിൽ ജീവിക്കണം. രണ്ട്, നിങ്ങൾ സ്നേഹത്തിൽ നടക്കണം. അന്യോന്യം സ്നേഹിക്കണം, അന്യോന്യം ദ്വേഷിക്കരുത്, അന്യോന്യം കുറ്റം പറയുകയും വഴക്കുണ്ടാക്കുകയും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുകയൊന്നും ചെയ്യാതെ നിങ്ങൾ സ്നേഹത്തിൽ ജീവിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന് ഊന്നി പറയാനായിട്ടുള്ളത്. എന്നെ നിങ്ങളെക്കുറിച്ച് കർത്താവിൻ്റെ ആഗ്രഹം, നാം ഓരോരുത്തരും സത്യമുള്ളവരായി സത്യത്തിൽ ജീവിക്കണം. എന്തു വില കൊടുത്തും സത്യത്തിൽ ജീവിക്കണം. ഒരു ചെറിയ കള്ളം പറഞ്ഞാൽ, ഒരു ചെറിയ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ട് ഒപ്പിട്ട് കൊടുത്താൽ ഇപ്പോൾ 1,00,000 രൂപ കിട്ടും എന്നൊരു വാഗ്ദാനം നമുക്ക് വന്നാൽ നാം എന്ത് ചെയ്യും? നമ്മിൽ പലരും ഇതൊക്കെ നേരിടുന്നതാണ്. ജോലിസ്ഥലത്തും ബിസിനസ്സിലും ഒക്കെ ഒരു ചെറിയ കാര്യം തെറ്റിച്ചെഴുതിയാൽ നല്ല തുക ടാക്സ് ആദായം കിട്ടും, ടാക്സ് കുറച്ച് കൊടുത്താൽ മതി. പക്ഷേ ചെറിയതായിട്ട് സത്യത്തെ ഒന്ന് ഒന്ന് തിരിച്ചു വെക്കണം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കണം. എത്ര നഷ്ടം വന്നാലും, ധാരാളം പണം നഷ്ടപ്പെട്ടാലും എനിക്ക് സത്യം വിട്ട് ചെയ്യുവാൻ സാധ്യമല്ല. കാരണം ഞാനൊരു ദൈവമകനാണ്, ദൈവമകളാണ്. എനിക്ക് സത്യം മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ദൈവമക്കളെ, ഇത് വളരെ മുഖ്യമായ വിഷയമാണ്. വരുന്ന ദിവസങ്ങളിൽ, വരുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും വരുമ്പോൾ നാം സത്യത്തിന് വേണ്ടി നിൽക്കുമോ? എല്ലാ ദൈവമക്കളും എല്ലാ കാലങ്ങളിലും ഈ പോരാട്ടത്തിൽ കൂടെ കടന്നുപോയിട്ടുള്ളവരാണ്. സത്യവും സ്നേഹവും നമ്മുടെ മുദ്രാവാക്യം ആയിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മറ്റൊരു ദൃഷ്ടാന്തം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇയ്യോബിനെക്കുറിച്ചാണ്. നമുക്കതറിയാം. ഇയ്യോബിനെക്കുറിച്ച് ദൈവം പറയുന്ന സാക്ഷ്യം. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വചനം വായിക്കാം. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും തിന്മ വിട്ടകുന്നവനും ആയിരുന്നു. ഇയ്യോബിനെ കുറിച്ച് 4 കാര്യങ്ങൾ അവിടെ എടുത്തു പറയുന്നു. നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും ദൈവത്തെ ഭയപ്പെടുന്നവനുമായിരുന്നു. അവിടെ മുഖ്യമായ ഒരു കാര്യം പറയുന്നത്, അവൻ നേരുള്ളവനായിരുന്നു. ഹി വാസ് അപ്രൈറ്റ്. അവൻ ധനവാനായിരുന്നു. അവന് ദേശത്ത് വലിയ സ്വാധീനവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു. വലിയ ഒരു കുടുംബമുണ്ടായിരുന്നു. എല്ലാ നന്മകളും ഉണ്ടായിരുന്നു. എന്നാൽ ഇയ്യോബിനെക്കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അവൻ നേരുള്ളവനായി. നേരുള്ളവർക്ക് നല്ലതായിട്ട് വർദ്ധിച്ചു വരാൻ കഴിയുമോ? അനുഗ്രഹം ഉണ്ടാകാൻ പറ്റുമോ? നേരുള്ളവർക്ക് സമ്പന്നരായിരിക്കാൻ പറ്റുമോ? സാധിക്കും എന്നാണ് ഉത്തരം. ഇയ്യോബ് അങ്ങനെ ആയിരുന്നു. എന്നാൽ ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ അങ്ങനെ ആയിരുന്നില്ല. ഇയ്യോബിൻ്റെ പരിചയക്കാരും സ്നേഹിതന്മാരും ആ ദേശത്തുണ്ടായിരുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അവരെക്കുറിച്ച് ഇയ്യോബിൻ്റെ പുസ്തകം 21-ാം അധ്യായം 34-ാം വചനം വായിക്കാം. അങ്ങനെയെങ്കിൽ വൃഥാ വാക്കുകൾ കൊണ്ട് നിങ്ങൾ എന്നെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെ? നിങ്ങളുടെ ഉത്തരങ്ങളിൽ കാപട്യം ഉണ്ടല്ലോ. ഇയ്യോബിനെതിരായിട്ട്
തൻ്റെ സ്നേഹിതർ പല പല കുറ്റങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചപ്പോൾ ഇയ്യോബ് മറുപടിയായിട്ട് പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങളുടെ മറുപടികളിൽ, നിങ്ങളുടെ വാക്കുകളിൽ എന്തുണ്ട്? കപടതയുണ്ട്, കാപട്യമുണ്ട്. നാം പറഞ്ഞ വാക്കുകളൊക്കെ ശരിയായിരുന്നു, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരല്പം കാപട്യം ഉണ്ടായിരുന്നു എന്ന് ദൈവം കാണുമോ? നാം പറയുന്ന വാക്കുകളുടെ പുറകിലുള്ള ഇൻറ്റൻറ്റ് അഥവാ ഉദ്ദേശ്യം, അതിൽ കപടതയുണ്ടെങ്കിൽ ദൈവം അത് ദൂരത്ത് നിന്ന് തിരിച്ചറിയും. ഞാൻ വീണ്ടും ഒരു രണ്ടുപേരെ തുലനം ചെയ്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ദൈവത്തെയും സാത്താനെയും ഒന്ന് കോൺട്രാസ്റ്റ് ചെയ്ത് അവരുടെ വൈരുദ്ധ്യങ്ങൾ എന്താണ് എന്ന് കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ദൈവവചനത്തിലേക്ക് നോക്കിയാൽ ദൈവം തികഞ്ഞ സത്യസന്ധതയുള്ളവനാണ് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ പിശാചാകട്ടെ തികച്ചും ഭോഷ്കിൻ്റെയും കള്ളത്തിൻ്റെയും ആളാണ്. നമുക്ക് 2 വചനങ്ങൾ വായിക്കാം, 2-3 വചനങ്ങൾ വായിക്കാം. ആവർത്തന പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 4-ാം വചനം നോക്കാം. അവൻ പാറയാകുന്നു, അവൻ്റെ പ്രവൃത്തി അത്യുത്തമവും അവൻ്റെ വഴികളൊക്കെയും ന്യായവും ആകുന്നു. അവൻ വിശ്വസ്തതയുള്ള ദൈവമത്രേ, വ്യാജമില്ലാത്തവനും നീതിയും സത്യവും ഉള്ളവൻ തന്നെ. നോക്കുക, നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുന്ന വിശേഷണങ്ങൾ, പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കുക. അവൻ വിശ്വസ്തതയുള്ളവനാണ്, അവൻ്റെ വഴികൾ ന്യായമായിട്ടുള്ളതാണ്, അവൻ വ്യാജവും ഭോഷ്കും ഇല്ലാത്തവനാണ്, നീതിയും സത്യവും ഉള്ളവനാണ്. ഹീ ഈസ് റൈച്ചസ് ആൻഡ് അപ്രൈറ്റ്. നീതിയുള്ളവനാണ്, സത്യമുള്ളവനാണ്. ഈ ദൈവത്തെയാണ് നാം അന്വേഷിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. ഈ ദൈവത്തിൻ്റെ മക്കളാണ് ഞാനും നിങ്ങളും. എല്ലാവരും ഇവിടെ ഉണ്ടോ? നമ്മുടെ ദൈവം നേരുള്ളവനാണെന്നാണ് പറഞ്ഞു വന്നത്. ഈ നേരുള്ള ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളൊക്കെ. ശരിയാണോ? അതെ. അങ്ങനെയെങ്കിൽ ഈ നേരുള്ള ദൈവത്തിൻ്റെ മക്കളായ നാം നേരില്ലാത്തവരാകാൻ, കള്ളമുള്ളവരായിരിക്കാൻ, കള്ളം പറയുന്നവരായിരിക്കാൻ പറ്റുമോ? എൻ്റെ പിതാവ് നേരുള്ളവനാണ്, സ്വർഗത്തിലെ ദൈവം നേരുള്ളവനും സത്യമുള്ളവനുമാണ്. അതുകൊണ്ട് ഞാനും അതേ സത്യത്തിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഒരു അഭിനയവും ഒരു കാപട്യവും മറ്റുള്ളവരുടെ മുമ്പിൽ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് ധാരണ കൊടുക്കേണ്ട ആവശ്യവും ഒന്നുമില്ല. ഞാൻ എന്തായിരിക്കുന്നുവോ, ആരായിരിക്കുന്നുവോ, ദൈവമേ, അത് അങ്ങേക്കറിയാം, എനിക്കും അറിയാം. അത് മറ്റുള്ളവരും അറിഞ്ഞാൽ എനിക്കൊരു പ്രയാസവുമില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് വരാൻ സാധിക്കും. ദൈവം എന്നെ അറിയുന്നത് പോലെ മറ്റുള്ള എല്ലാവരും അറിഞ്ഞാലും എനിക്കതിൽ ദുഃഖമില്ല. കാരണം അതാണ് യാഥാർത്ഥ്യം, അതാണ് സത്യം. നമ്മെക്കുറിച്ചുള്ള സത്യം നാം ഏറ്റെടുക്കുകയും അംഗീകരിക്കുകയും വേണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇനി റോമാലേഖനം 3-ാം അധ്യായം 4-ാം വചനം കൂടെ വായിക്കാം. നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിക്കുവാനും എന്നെഴുതിയിരിക്കുന്നത് പോലെ ദൈവം സത്യവാനും മനുഷ്യരെല്ലാം വ്യാജം പറയുന്നവരും ആകുന്നു. ദൈവം സത്യവാൻ, എന്നാൽ മനുഷ്യരെല്ലാവരും വ്യാജം പറയുന്നവരാണ്. നാമും അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ അങ്ങനെയാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. നാം മുമ്പ് വ്യാജം പറയുന്നവരും കള്ളം പറയുന്നവരും നുണ പറയുന്നവരും ഒക്കെ ആയിരുന്നു. അത് ചില ആളുകളുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നാം സത്യമായിരിക്കുന്ന, സത്യത്തിൻ്റെ മൂർത്തിഭാവമായിരിക്കുന്ന യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നാമും സത്യത്തിൽ ജീവിക്കാൻ ആരംഭിച്ചു. നുണ പറയാത്ത, കള്ളം പറയാത്ത, സത്യം പറയുന്ന, ശരിയായ ധാരണ മാത്രം കൊടുക്കുന്ന, കപടതയില്ലാത്ത, അഭിനയങ്ങളൊന്നും ഇല്ലാത്ത, നേരെ ചൊവ്വേ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതത്തിലേക്കാണ് യേശു നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കാര്യം നാം മറന്നു പോകരുത്. നമ്മുടെ പഴയ പരിചയങ്ങളും പഴയ സ്വഭാവങ്ങളും അവയെ ഇന്ന് രാവിലെ നമുക്ക് അതിനോട് ഗുഡ് ബൈ പറയണം, അതിനെ ഉപേക്ഷിക്കണം. കർത്താവേ, സത്യത്തിൽ മാത്രം നിൽക്കുവാൻ, അബ്സല്യൂട്ട് ട്രൂത്ത്ഫുൾനെസ് ആൻഡ് ഓണസ്റ്റി, അതിൽ ജീവിപ്പാൻ എന്നെ സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇനി ദൈവപുത്രനായ യേശുവിൻ്റെ സാക്ഷ്യം എന്തായിരുന്നു എന്നും കൂടെ നമുക്ക് കേൾക്കാം. നാം പലപ്പോഴും ഇത് വായിച്ചിട്ടുണ്ട്. പീലാത്തോസിൻ്റെ മുമ്പിൽ യേശു നിൽക്കുമ്പോൾ, പീലാത്തോസ് യേശുവിനെ ചോദ്യം ചെയ്യുമ്പോൾ യേശു തൻ്റെ ഒരു സാക്ഷി പറച്ചിൽ അവിടെയുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 37-ാം വചനം നമുക്ക് വായിക്കാം. പീലാത്തോസ് അവനോട്, ആകയാൽ നീ രാജാവാകുന്നുവോ എന്ന് ചോദിച്ചതിന് യേശു, ഞാൻ രാജാവാകുന്നു എന്ന് നീ പറയുന്നു. സത്യത്തിന് സാക്ഷി നിൽക്കുവാൻ ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നിരിക്കുന്നു.
സത്യതൽപരരായവരെല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു പറഞ്ഞത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. ആ കാര്യം നമ്മുടെ ജീവിതത്തിലും സത്യമാകുവാനായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിനാണ് ജനിച്ചത് തന്നെ. അതുപോലെ സത്യത്തിൽ താല്പര്യമുള്ളവരൊക്കെയും എൻ്റെ വാക്ക് കേൾക്കുന്നു, എൻ്റെ അടുത്തേക്ക് വരും. യേശു പറഞ്ഞത് സത്യമാണ്. നാമൊക്കെയും സത്യതൽപരരായതുകൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവിടുത്തെ സത്യത്തിന് മുമ്പാകെ ജീവിക്കുവാൻ മനസ്സ് വെച്ച് ഇന്ന് രാവിലെ അങ്ങനെ തികഞ്ഞ സത്യസന്ധതയിൽ ജീവിക്കുവാനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ നമുക്കൊരിക്കൽ കൂടെ ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ജീവിതത്തിലെ സത്യമല്ലാത്ത, നേരെയല്ലാത്ത കാര്യങ്ങളെ, എല്ലാ വളഞ്ഞ വഴികളെയും കാപട്യത്തെയും മാറ്റിക്കളഞ്ഞു, എല്ലാ വ്യാജവും ഭോഷ്കും മാറ്റിക്കളഞ്ഞ് അങ്ങയുടെ സത്യത്തിൽ എന്നെ നടത്തണമേ. അതിനെന്ത് വില കൊടുത്താലും, അതിന് എത്ര അവമാനം സഹിക്കേണ്ടി വന്നാലും അവിടുത്തെ സത്യത്തിൽ സത്യമായിട്ട് ജീവിക്കാൻ എന്നെ ഇടയാക്കണമേ. വളഞ്ഞ വഴികളൊന്നുമില്ലാതെ നേർമയായി ജീവിക്കുന്നതിനാണ് സീതാ സാദാ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും നല്ല മനുഷ്യരെ കളിയാക്കിയാണ് പലരും പറയുന്നത്. അങ്ങനെ ഒരു ശുദ്ധനാണ് എന്ന് പറയും. അയാളൊരു ശുദ്ധനാണെന്ന് പറയും. സത്യമേ പറയത്തുള്ളൂ. കള്ളം പറയാനും സൂത്രങ്ങൾ പ്രയോഗിക്കാനൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു ശുദ്ധനാണെന്ന് ചിലരെക്കുറിച്ച് കളിയാക്കി പറയാറുണ്ട്. അങ്ങനെ നമ്മെ ആരെങ്കിലും കളിയാക്കി പറഞ്ഞാലും അതൊരു നല്ല ഒരു വിശേഷണമായിട്ട് എടുത്താൽ മതി. നാം ഒക്കെ ദൈവമുമ്പിൽ ശുദ്ധന്മാരായി, സത്യം പറയുന്നവരായി, നേരെ പോകുന്നവരായി നാം ജീവിക്കേണ്ടത് ആവശ്യം. ദൈവം നമ്മെ അതിനായിട്ട് വെല്ലുവിളിക്കുന്നു. ഞാൻ ദൈവത്തെക്കുറിച്ചാണ് ഉള്ള വചനങ്ങളാണ് വായിച്ചത്. സാത്താനെക്കുറിച്ചും ബൈബിളിൽ പറയുന്ന ഒരു വചനം ഉണ്ട്. സാത്താൻ ഭോഷ്കിൻ്റെ അപ്പനാകുന്നു. എല്ലാ ഭോഷ്കിൻ്റെ ഉറവിടം, അതിൻ്റെ സോഴ്സ് സാത്താനാകുന്നു എന്നാണ് യേശു പറഞ്ഞത്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാം വചനം നമുക്ക് വായിക്കാം. നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കളാകുന്നു. നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകയായിരുന്നു. അവന് സത്യമില്ലാത്തതുകൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതും ഇവിടെ നോക്കുക. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു, മർഡറർ, കൊല്ലുന്നവനായിരുന്നു. കൊല്ലുന്നവനെന്ന് മാത്രമല്ല, അവനിൽ സത്യമില്ല. അവൻ ഭോഷ്കിൻ്റെ ആളാണ്. വായിക്കാം. അവൻ വ്യാജം സംസാരിക്കുമ്പോൾ അവൻ സ്വയത്തിൽ നിന്ന് സംസാരിക്കുന്നു. അവൻ വ്യാജം പറയുന്നവനും അതിൻ്റെ പിതാവും ആകുന്നു. അപ്പോൾ പിശാചിനെക്കുറിച്ച് പറഞ്ഞത് അവൻ്റെ ഉള്ളിലുള്ളതൊക്കെ വ്യാജവും ഭോഷ്കുമാണ്. അവൻ്റെ സ്വന്തത്തിൽ നിന്നും എടുത്താണ് പിശാച് പറയുന്നത്. നാമും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തത്തിൽ, നമ്മുടെ ഹൃദയത്തിലുള്ളതാണ് എടുത്ത് പറയുന്നത്. സത്യവും നീതിയും നന്മയും സ്നേഹവും ഒക്കെയാണ് ഹൃദയത്തിലുള്ളതെങ്കിൽ നാം പറയുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാൽ ഹൃദയത്തിൽ ഉള്ള നിക്ഷേപം ചീത്തയാണെങ്കിൽ, അത് ഭോഷ്കും കള്ളവും വളഞ്ഞ വഴികളുമാണെങ്കിൽ സംസാരിക്കുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും. ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയത്തിലെ നിക്ഷേപങ്ങളെ തിരുത്തുവാനും ദൈവികമായ നല്ല നിക്ഷേപങ്ങളെ കൊണ്ട് നിറയ്ക്കുവാനും നമുക്ക് ആഗ്രഹിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കണം. നമ്മുടെ നാട്ടിൽ ചിലപ്പോഴൊക്കെ കള്ളനോട്ടുകൾ ഇറങ്ങാറുണ്ട്. കള്ളനോട്ടുകൾ എന്തുകൊണ്ടാണ് ഇറങ്ങുന്നത്? ശരിയായ നോട്ടുകൾ ഉള്ളതുകൊണ്ടാണ് കള്ളനോട്ട് ഇറങ്ങുന്നത്. സത്യവും നീതിയും സ്നേഹവും ഒക്കെ നല്ല നോട്ടുകളാണ്. എന്നാൽ സാത്താൻ അതിന് കള്ളനോട്ട് ഇറക്കിയിട്ടുണ്ട്. അത് വ്യാജവും ഭോഷ്കും നുണയും വിരോധവും ഒക്കെയാണ്. ദൈവമക്കളെ, നാം സത്യത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും പല കാര്യങ്ങളും ഇതുവരെ കേൾക്കുകയുണ്ടായി. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു ചോദ്യമാണ്, ആർക്ക് ദൈവത്തോടു കൂടെ നടക്കാൻ കഴിയും? ഇതെല്ലാം ഒരു കാര്യം തന്നെ ഞാൻ പല രീതിയിൽ പറയുകയാണ്. ഹൂ ക്യാൻ വാക്ക് വിത്ത് ഗാഡ്? നമുക്ക് സങ്കീർത്തനങ്ങളിൽ നിന്ന് വായിക്കാം. ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കുവാൻ കഴിയുന്ന ആളിൻ്റെ പ്രത്യേകത 15-ാം സങ്കീർത്തനം 1-2 വചനങ്ങളിൽ എഴുതിയിട്ടുണ്ട്. വായിക്കാം. യഹോവ, നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. അതെ, അവിടുത്തെ ചോദ്യം ഇതാണ്. യഹോവേ, അവിടുത്തെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും? ആർക്ക് നിൻ്റെ കൂടാരത്തിൽ കയറി വരുവാൻ സാധിക്കും? അതിനുള്ള ഉത്തരമാണ് 2-ാം വാക്യത്തിലുള്ളത്. നിഷ്കളങ്കനായി നടക്കുന്നവൻ, പിന്നെ നീതി പ്രവർത്തിക്കുന്നവൻ, ഹൃദയപൂർവം സത്യം സംസാരിക്കുന്നവൻ. പിന്നെ തലവിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഹൃദയത്തിൽ നിന്ന് സത്യമായി സംസാരിക്കുക.
അതിന് നിങ്ങൾ ഒരുക്കമുള്ളവരാണോ? നാം ദൈവമക്കളാണ്, അതുകൊണ്ട് അതിനൊരുങ്ങിയേ പറ്റൂ. ഈ വചനം കർത്താവെ എൻ്റെ ജീവിതത്തിൽ സത്യമാക്കണമേ. അതായത് ഇത് പഴയ നിയമത്തിൽ ദാവീദ് എഴുതിയ ഒരു കാര്യമാണ്. യേശു ഇതിനേക്കാൾ ഉയർന്ന കാര്യങ്ങളാണ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഉയർന്ന സ്റ്റാൻഡേർഡാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ പഴയ സ്റ്റാൻഡേർഡ് എന്താണ്? ഹൃദയപൂർവം സത്യം സംസാരിക്കുന്ന ഒരു അവസ്ഥ. ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഇതാക്കി മാറ്റണമേ. ഹൃദയപൂർവം സത്യം സംസാരിക്കുന്ന, മറ്റുള്ളവരുടെ മുമ്പിൽ ഇംപ്രഷനൊന്നും കൊടുക്കാതെ ഹൃദയത്തിൽ നിന്നും സത്യം പറയുന്ന, സത്യമായിട്ട് ജീവിക്കുന്ന ഒരനുഭവം എനിക്ക് നൽകണമേ എന്ന് ഇന്ന് രാവിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊള്ളുക. ദൈവം നമ്മുടെ ജീവിതങ്ങളെ മാറ്റി എഴുതും, മാറ്റി പുനഃസ്ഥാപിക്കും. ചിലപ്പോൾ വാഗൊണ്ട് സത്യമൊക്കെ പറയും, പക്ഷേ ഹൃദയത്തിൽ ആ സത്യം ഇല്ലാതെ ഇരിക്കാം. നമ്മുടെ അവസ്ഥ എന്താണ്? വീണ്ടും മറ്റൊരു വചനം, സങ്കീർത്തനങ്ങൾ 51 6 നമുക്കത് പരിചയമുണ്ട്. അതും കൂടെ വായിക്കാം. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഇതും ഈ ദാവീദ് രാജാവ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ദാവീദ് പറയുന്നു, പിതാവേ, ദൈവമേ, അവിടുന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? അന്തർഭാഗത്തിലെ സത്യം, ഹൃദയത്തിൻ്റെ ഉള്ളിൽ സത്യസന്ധത ഉണ്ടായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ദാവീദ് രാജാവിനോട് ചേർന്ന് നമുക്ക് പറയാം, ദൈവമേ, എൻ്റെ അന്തരംഗത്തിൽ, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അവിടുന്ന് സത്യം നിറച്ചു തരണമേ. അങ്ങനെയെങ്കിൽ വരുന്ന നാളുകളിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സത്യം ഉള്ളവരായിട്ട്, കർത്താവിൻ്റെ വരവിനായിട്ട് കാത്തിരിക്കുന്ന സത്യമുള്ളവരായിരിക്കാൻ ദൈവം നമ്മെ തയ്യാറാക്കും എന്നുള്ളതിന് സംശയമില്ല. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം തികഞ്ഞ സത്യസന്ധത നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ജീവിതം ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചില വചനങ്ങൾ വായിക്കാം. ദൈവം നമുക്ക് കൽപ്പന തന്നിട്ടുള്ള വചനങ്ങൾ, കമാൻഡ്മെൻറ്റ്സ് ഓഫ് ഗാഡ് അബൌട്ട് ട്രൂത്ത്ഫുൾനെസ്. സഖര്യാവിൻ്റെ പുസ്തകം 8 16 നമുക്ക് എടുക്കാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവയാകുന്നു. ഓരോരുത്തരും തൻ്റെ അയൽക്കാരനോട് സത്യം പറയുവീൻ. നിങ്ങളുടെ ഗോപുരങ്ങളിൽ നേരോടും സമാധാനത്തോടും കൂടെ ന്യായപാലനം ചെയ്യുവീൻ. ഇത് പഴയ നിയമത്തിൽ പ്രവാചകനായിരുന്ന സഖര്യാവ് ജനത്തോട് ആജ്ഞാപിക്കുകയാണ്. ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്ത നിർദ്ദേശമാണിത്. എന്താണ് നിർദ്ദേശം? ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം പറയുവീൻ. അഭിപ്രായമല്ല, സജഷനല്ല, ഒരാശയം പറയുകയല്ല, ഒരു നിർദ്ദേശവും കൽപ്പനയുമാണ്. നിങ്ങളുടെ കൂട്ടുകാരനോട് സത്യം പറയുവീൻ. നിങ്ങളുടെ ഗോപുരങ്ങളിൽ നേരോടും സമാധാനത്തോടും കൂടെ ന്യായപാലനം ചെയ്യുവീൻ. ദൈവമക്കളെ, നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് സത്യം സംസാരിക്കുകയും മറ്റുള്ളവരോട് നേരോടെ ഇടപെടുകയും ഒരു വ്യാജവും വളപ്പുമില്ലാതെ സത്യസന്ധമായി ഇടപെടുകയും ചെയ്യുവാനാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. അതൊരു കൽപ്പനയാണ്. ഇനിയും പുതിയ നിയമത്തിലേക്ക് വരാം. എഫീഷ്യൻസ് 4:25 നോക്കാം. ആകയാൽ വ്യാജം ഉപേക്ഷിച്ച് ഓരോരുത്തരും അവനവൻ്റെ അയൽക്കാരനോട് സത്യം സംസാരിക്കുവീൻ. നാം ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണല്ലോ. ഇവിടെ അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവം പറയുന്ന കൽപ്പന, നമ്മോട് ആജ്ഞാപിക്കുന്നത് എന്താണ്? ആകയാൽ ഭോഷ്കും നുണയും വ്യാജവുമൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ഓരോരുത്തരും താൻ്റെ സഹോദരന്മാരോട്, കൂട്ടുകാരോട്, അയൽക്കാരോട് സത്യം സംസാരിക്കുവീൻ. നാം സഭയിൽ വരുമ്പോൾ നാം തമ്മിൽ അവയവങ്ങളാണല്ലോ. കുറഞ്ഞ പക്ഷം നമ്മുടെ സഭയിൽ സഹോദരങ്ങളോട് പറയുമ്പോൾ സത്യം മാത്രമേ പറയാവൂ. അങ്ങനെ പഠിച്ചു തുടങ്ങിയാൽ അയൽക്കാരോടും ബന്ധുക്കളോടും നാട്ടുകാരോടും ജോലി സ്ഥലത്തും മാർക്കറ്റിലും എല്ലായിടത്തും സത്യം പറയുവാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിൽ സത്യം ഒരു യാഥാർത്ഥ്യമാക്കി തരണമേ. ഒരു നുണയും ഇനി വേണ്ട. സത്യമല്ലാത്തതൊന്നും പറയാൻ പാടില്ല. കാരണം എല്ലാ നുണയും വ്യാജവും ഭോഷ്കും പിശാചിൽ നിന്ന് വരുന്നതാണ്. ഞാൻ പിശാചിൻ്റെ മകനായിരിക്കാൻ, മകളായിരിക്കാൻ പാടില്ല. ഞാൻ ദൈവമകനാണ്. ആ കാര്യം ഓർക്കാം. ഇനിയും എഫെസ്യർ 6:14 സത്യത്തെ അരയിൽ കെട്ടുന്ന ബെൽറ്റിനോട് ഉപമിച്ചാണ് പറയുന്നത്. അതും കൂടെ വായിക്കാം. ആകയാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് ഉറച്ചു നിൽക്കുവീൻ. അതെ, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിക്കൊള്ളുവീൻ. വെറുതെ അരയ്ക്ക് ഒരു ബെൽറ്റ് കെട്ടാനല്ല പറഞ്ഞിരിക്കുന്നത്. സാധാരണ ബെൽറ്റ് കെട്ടുന്നത് നമ്മുടെ വസ്ത്രങ്ങൾ താഴേക്ക്
ഊരിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഒരു ബെൽറ്റ് കെട്ടുന്നത്. ബെൽറ്റ് പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ ബെൽറ്റ് ഇല്ലാതിരിക്കുകയോ ചെയ്താൽ നാം പ്രതീക്ഷിക്കാതിരിക്കുന്ന, ചിന്തിക്കാത്ത സമയത്ത് നമ്മുടെ വസ്ത്രം താഴോട്ട് പോകും. അത് വലിയ ലജ്ജാകരമായ ഷെയിം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് സത്യമാകുന്ന ആ ബെൽറ്റ് അരയിലുണ്ടായിരിക്കണം. നിങ്ങളുടെ വസ്ത്രത്തിൽ കള്ളം കൊണ്ടാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അത് വളരെ ലജ്ജാകരമായ അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. കള്ളം പറയുന്നവർക്ക് ദൈവസന്നിധിയിൽ സ്ഥാനമില്ല. ഈ ഭൂമിയിൽ തന്നെ നിങ്ങൾ പരാജിതരായി പോകും, നിങ്ങൾ ലജ്ജിതരായി പോകും എന്നുള്ളതിന് സംശയമില്ല. പലരും കള്ളം പറഞ്ഞ് കാര്യം സാധിക്കും. കുറച്ച് കഴിഞ്ഞ് അവർ പറഞ്ഞത് കള്ളമാണെന്ന് പബ്ലിക്കായിട്ടും തെളിവായി വരും. അപ്പോൾ അവർ വളരെ ലജ്ജയുള്ളവരായി മാറും. താൽക്കാലിക നേട്ടം മാത്രമേ ഭോഷ്കിന്, കള്ളത്തിനും നുണയ്ക്കും ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഈ സത്യമാകുന്ന അരക്കെട്ട് ബെൽറ്റ് ഉള്ളവർക്ക് എവിടെയും ധൈര്യത്തോടെ നിൽക്കാൻ സാധിക്കും. അവർ ലജ്ജിതരാവുകയില്ല. കാരണം ദൈവത്തിൻ്റെ സപ്പോർട്ട് അവർക്കുണ്ട്. ദൈവമക്കളെ, ഈ കാര്യം ഹൃദയത്തിലിരിക്കട്ടെ. നാം മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സത്യത്തിന് ഒരു മുഖം മാത്രമേ ഉള്ളൂ. എന്നാൽ ഭോഷ്കിനും കള്ളത്തിനും അനേകം മുഖങ്ങളുണ്ട്. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ, ഞായറാഴ്ച ഇവിടെ ആരാധനയ്ക്ക് വന്നിരിക്കുന്നു, നിങ്ങൾ വളരെ ഭക്തന്മാരും കാണാൻ വളരെ മര്യാദയ്ക്ക് എല്ലാവരും ഇരിക്കുന്നു. വീട്ടിൽ ചെന്നാലും ഈ മുഖം തന്നെ ആയിരിക്കും, ഇങ്ങനെ തന്നെ ആയിരിക്കും. വീട്ടിൽ ചെന്നാലും ഇതേ പ്രകൃതി ആയിരിക്കും. ജോലി സ്ഥലത്തോ മാർക്കറ്റിലോ എവിടെ ചെന്നാലും ഇങ്ങനെ ആയിരിക്കും. അതിനൊരുക്കമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സദൃശവാക്യങ്ങളിൽ എവിടെയോ പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റിൽ പോയി സാധനം വാങ്ങുന്ന ഒരുവൻ എന്തു പറയുന്നു? ചീത്ത ഏത് സാധനം കണ്ടത്? ഇത് കൊള്ളത്തില്ല, ഇത് കൊള്ളത്തില്ല, ഇത് ഉണങ്ങിയിരിക്കുന്നു, ഇത് വളഞ്ഞിരിക്കുന്നു, ഇത് പൊട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞ് സാധനത്തിന് വില ഇടിച്ചു താഴ്ത്തും. അവരെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ പാവം കച്ചവടം വെച്ചിരിക്കുന്ന മനുഷ്യൻ്റെ നിന്ന് 10 രൂപയ്ക്ക് ചോദിച്ച സാധനത്തിന് നിങ്ങൾ 4 രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. നിങ്ങളതിൻ്റെ വില ഇടിച്ചു പറഞ്ഞ് ഇത് കൊള്ളത്തില്ലെന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കുന്നു. എന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ പറയും, ഭാര്യയോട് കണ്ടോടി, ഞാൻ എല്ലാം വളരെ വില കുറച്ച് ഇടിച്ചു വാങ്ങിച്ചുകൊണ്ട് വന്നു, നല്ല സാധനമാണ് എന്ന് പറഞ്ഞ് പ്രശംസിക്കുന്നു. അത് ഈ ലോകമനുഷ്യരുടെ ഒരു രീതിയാണ്. വാങ്ങുന്നവൻ ചീത്തയെന്ന് പറഞ്ഞ് വില കുറച്ച് വാങ്ങുന്നു. തിരിച്ചു പോകുമ്പോഴോ വഴി നീളെ പ്രശംസിക്കുന്നു, ഞാൻ വലിയൊരു കച്ചവടം ചെയ്തു, വലിയ ലാഭം ഉണ്ടാക്കി, എൻ്റെ മിടുക്കുകൊണ്ട് കാര്യം സാധിച്ചു. പക്ഷേ മിടുക്കെന്തായിരുന്നു? കള്ളമാണ് പറഞ്ഞത്. നല്ല സാധനത്തിന് ഇതെന്തിനു കൊള്ളാം, ഇതാണോ വിൽക്കാൻ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു, കള്ളമായിട്ട് പറഞ്ഞു. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ തികഞ്ഞ സത്യസന്ധതയാണ്. വാങ്ങുന്നവൻ ചീത്തയെന്ന് പറയുന്നു, പക്ഷേ പിന്നീട് പ്രശംസിക്കുന്നു. നാം ആ കൂട്ടത്തിൽ ആകരുത് എന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. സത്യത്തിന് ഒരു മുഖം മാത്രമേ ഉള്ളൂ. എന്നാൽ വ്യാജത്തിനും ഭോഷ്കിനും പല ഫേസസ് ഉണ്ട്, പല മുഖങ്ങളുണ്ട്. അതായത് വ്യാജം, അതുപോലെ അഭിനയം, തെറ്റായ ധാരണ കൊടുക്കൽ, കപടഭക്തി, ഇങ്ങനെ അനേകം പേരുകൾ അതിനുണ്ട്. വഞ്ചന, കൗശലം, സൂത്രങ്ങൾ, ഇങ്ങനെ പല പേരുകൾ അതിനുണ്ട്. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു കൃഷിക്കാരൻ, അയാൾക്ക് പശുവൊക്കെ ഉണ്ട്. പശുവിന് പാല് കറന്ന് വിൽക്കും, പിന്നെ വീട്ടിൽ തൈരും നെയ്യും ഒക്കെ ഉണ്ട്. ഒരിക്കൽ കുറേ നെയ്യ് ഉണ്ടാക്കി ഗ്രാമത്തിലുള്ള ബേക്കറിയിൽ കൊണ്ട് കൊടുത്തു. സാധാരണ ബേക്കറിയിൽ ഇയാൾ കൊണ്ട് കൊടുക്കാറുണ്ട്. 1 കിലോ നെയ്യ് അളന്ന് കുപ്പിയിലാക്കി ബേക്കറി കൊണ്ട് കൊടുത്തു. ചേട്ടാ 1 കിലോ ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ട് കൊടുത്തു. അയാൾ ത്രാസിൽ തൂക്കി നോക്കിയിട്ട് പറഞ്ഞു, എടേ ഇത് 800 ഗ്രാമേ ഉള്ളല്ലോ, എന്നെ പറ്റിക്കാൻ വന്നതാണോ? അപ്പോൾ കൃഷിക്കാരൻ പറഞ്ഞു, ചേട്ടാ നിങ്ങൾ ഇന്നലെ തന്ന 1 കിലോയുടെ ആ കേക്ക് വീട്ടിൽ കൊണ്ടുവച്ച് അത് വെച്ചാണ് ഞാനിത് തൂക്കിയത്, അതെങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചു. ഇന്നലെ ഇങ്ങോട്ട് കൊടുത്തത് 800 ഗ്രാമാണ്, 1 കിലോ ഉണ്ടെന്ന് പറഞ്ഞ് കാശും വാങ്ങിച്ചിട്ട് കൊടുത്തതാണ്. ആ പാവ മനുഷ്യൻ അത് വെച്ചാണ് തൂക്കിയത്. എന്നിട്ട് പറഞ്ഞു 1 കിലോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത്, ഈ ഭോഷ്ക് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പിടിക്കപ്പെടും, അത് തെളിഞ്ഞു വരും. നിങ്ങളുടെ ഭോഷ്ക് പെട്ടെന്നത് പുറത്തു വരും. ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ ദൈവമുമ്പിൽ നിൽക്കുമ്പോൾ അത് തെളിഞ്ഞു വരും. അതുകൊണ്ട് എന്തായി പറഞ്ഞതിൻ്റെയൊക്കെ ആശയം, ദൈവമക്കളായ നാം തികഞ്ഞ സത്യസന്ധതയുള്ളവരായി ജീവിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസരിക്കട്ടെ. ദൈവവചനമായ ബൈബിളിൽ ഭോഷ്ക് പറയുന്നവർ, കള്ളം പറയുന്നവർ, അവർക്കുള്ള ചില ശിക്ഷാവിധിയെക്കുറിച്ചും കൂടെ പറയുന്നുണ്ട്. 2-3 വചനങ്ങൾ കൂടെ വായിച്ച് ഞാൻ ഇത് അവസാനിപ്പിക്കാം. സദൃശവാക്യങ്ങൾ 19-ാം അധ്യായം അതിൻ്റെ 5-ാം വചനം നമുക്ക് എടുക്കാം. കള്ളസാക്ഷിക്ക് ശിക്ഷ വരാതിരിക്കുകയില്ല. കള്ളസാക്ഷിക്ക്, കള്ളം പറയുന്നവർക്ക്
ശിക്ഷ വരാതിരിക്കുകയില്ല. പിന്നെ വ്യാജം സംസാരിക്കുന്നവൻ രക്ഷപ്പെടുകയുമില്ല. വ്യാജം സംസാരിക്കുന്നവർ രക്ഷപ്പെടുകയുമില്ല. അത് വ്യക്തമായിട്ട് മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള കാപട്യവും കള്ളവും ഉണ്ടെങ്കിൽ അതിന് ഇന്നല്ലെങ്കിൽ നാളെ ശിക്ഷ വരും. ദൈവമുമ്പിൽ നിൽക്കുമ്പോഴും നാം ലജ്ജിതരായി തീരേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ പോലെ കൃപയും സത്യവും നിറഞ്ഞവരായി, സത്യം മാത്രം സ്നേഹിക്കുന്നവരായി, ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ അടുത്തു വരാൻ ധൈര്യമുള്ളവരായി നമുക്ക് സത്യത്തിൽ ജീവിക്കുവാൻ ഇന്ന് തീരുമാനിക്കാം. ഇനി സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും വേണ്ടി 2 വചനങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരും നരകത്തിൽ പോകാൻ ഇഷ്ടമുള്ളവരിവിടെ ഉണ്ടാകത്തില്ല. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 8-ാം വചനം നമുക്ക് നോക്കാം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകികൾ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധകർ എന്നിവർക്കും വ്യാജം പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയും അത്രേ. അത് 2ാമത്തെ മരണം. ഇത് വളരെ ഗൗരവമായ കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദുർനടപ്പുകാർ, ക്ഷുദ്രം പ്രയോഗിക്കുന്നവർ, ബിംബത്തെ ആരാധിക്കുന്നവർ എന്നിവർക്കും കള്ളവും നുണയും ഭോഷ്കും പറയുന്ന ഏവർക്കുമുള്ള ഓഹരി അഥവാ അവസാനത്തെ അവരുടെ വിധി എന്ന് പറയുന്നത്, ഓഹരി എന്ന് പറയുന്നത് നരകത്തിലെ തീയാണ്, തീപ്പൊയ്കയാണ്. അവിടെയാണ് അവർ ചെന്നെത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കള്ളം പറയുക എന്നുള്ളതൊരു കളിയല്ല, ഒരു തമാശയല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് 1000 രൂപ നേട്ടം കിട്ടും, അല്ലെങ്കിൽ 1,00,000 രൂപയുടെ ലാഭം ഉണ്ടാവും. പക്ഷേ അവസാനം കത്തുന്ന തീപ്പൊയ്കയിലായിരിക്കും നിങ്ങൾ ചെന്നെത്തുക. കാരണം ഓരോ പ്രാവശ്യവും കള്ളം പറയുമ്പോൾ, നുണ പറയുമ്പോൾ നിങ്ങൾ പിശാചുമായിട്ടും ആണ് ചേർന്ന് നിങ്ങളത് ചെയ്യുന്നത്. ദൈവമക്കളെ, ഇത് ഗൗരവമായ വിഷയമാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കാം, സത്യത്തിൽ നിൽക്കാം. എത്ര നഷ്ടം വന്നാലും ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ ദൈവപൈതലാണ്, സത്യം മാത്രം പറഞ്ഞുള്ള നേട്ടങ്ങൾ മതി എന്ന് നാം വയ്ക്കണം. ഇനി 22-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകികളും ബിംബാരാധകരും വ്യാജത്തിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. ഏവരും പുറത്തു തന്നെ. ദൈവരാജ്യത്തിന് പുറത്തായിരിക്കും ഭോഷ്ക് പറയുന്ന, കള്ളം പറയുന്ന ഏവരും. ഭോഷ്ക് പറയുന്നവരും ആ ഭോഷ്കിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന, നുണ ഇഷ്ടപ്പെടുന്ന, നുണ പറയുന്ന ഏവരും സ്വർഗരാജ്യത്തിന് വെളിയിലായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സ്വർഗത്തിൽ ദൈവരാജ്യത്തിലായിരിക്കാൻ ആഗ്രഹമുള്ള നാം ഓരോരുത്തരും എന്ത് ചെയ്യണം? സത്യത്തിൽ ജീവിക്കണം. എന്ത് ചെയ്യരുത്? ഭോഷ്കും നുണയും അതിൽ ജീവിക്കരുത്, അതിനെ തള്ളിപ്പറയണം. ഞാൻ സത്യമുള്ള ആളാണ്. യേശു, എൻ്റെ കർത്താവായ യേശു സത്യത്തിന് സാക്ഷിയായി ഭൂമിയിൽ വന്നയാളാണ്. ഒരു കള്ളവും പറഞ്ഞിട്ടില്ല, സത്യം മാത്രമേ യേശു പറഞ്ഞിട്ടുള്ളൂ. ഞാൻ യേശുവിൻ്റെ സാക്ഷിയാണ്, യേശുവിൻ്റെ കൂടെ ജീവിക്കുന്നയാളാണ്, ഞാൻ യേശുവിനെ ആരാധിക്കുന്ന വ്യക്തിയാണ്. ദൈവമേ, ആ യേശുവിൻ്റെ സത്യം എന്നിൽ നിറച്ചു തരണമേ. എന്ത് വില കൊടുത്തും സത്യത്തിൽ ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാമോ? സ്വർഗത്തിലേക്കുള്ള മാർഗമാണിത്, അത് സത്യത്തിൻ്റെ മാർഗമാണ്. ദൈവം ഈ വചനത്താൽ നമ്മെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കട്ടെ. നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം.